എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ കൊണ്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 10 കഷ്ണം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതിലേക്കൊന്ന് മസാല പുരട്ടി കൊടുക്കാം. അതിനുവേണ്ടി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതെല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മുളക് ചേർത്ത് കൊടുക്കുന്നത് അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 4 മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ നന്നായിട്ടൊന്ന് ഡാർക്ക് കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആ ഇഞ്ചിയും നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു 5 6 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതെല്ലാം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളിയും കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അത് കറിവേപ്പില മൂത്ത് വന്നിട്ട് അതും മാറ്റാം, എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നാൽ മതിയാകും. സവാളയുടെ കരികരുപ്പ് മാറരുത്. പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി വാട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ സവാള ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ സവാളയും പരുവായി കഴിഞ്ഞ് അത് എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. അപ്പോൾ സവാള ഒരുപാട് വെന്ത് പോകരുത്. സവാളയുടെ കരികരുപ്പ് അതേപോലെ വേണം. അപ്പോൾ സവാളയും എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട്. ഈ സവാളയും എടുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ നമ്മൾ വറുത്തെടുത്തതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല രീതിയിൽ 2 സൈഡും മൂപ്പിച്ചെടുക്കണം. അത് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ബാലൻസുള്ള എണ്ണ തന്നെ മതിയാകും. കുറച്ച് സമയം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതിയാകും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ചിക്കൻ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ചമ്മന്തി തയ്യാറാക്കാനുള്ള എല്ലാ ഐറ്റവും റെഡിയായി കഴിഞ്ഞു. വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. അതേപോലെ ചിക്കനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറ്റൽ മുളക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇനി ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ മുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം. കൈ വെച്ച് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നതാണ്. ഇതേപോലെ അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന എല്ലാം ഇതേപോലെ കൈ കൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അത് കൈ കൊണ്ട് പൊടിച്ചാൽ ചെറിയ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കാം. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഒറ്റ കറക്കം കറക്കിയെടുക്കാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത്. പെട്ടെന്ന് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഈ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. സവാള ഏറ്റവും ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി പുളിപ്പിനനുസരിച്ച് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാളയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ചോറുണ്ണാനാണെങ്കിൽ പിന്നെ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. ഈ ഒരു ചമ്മന്തി മാത്രം മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കുകയുള്ളൂ. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ ചോറ് വിളമ്പി കൊടുക്കുകയാണ്. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഒന്ന് വെച്ച് കൊടുക്കാം. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കൂ. ചോറിൻ്റെ സൈഡിലേക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.